ഇപ്പോൾ വിജിൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ. ഏതായാലും ഈ 5 കൊലപാതകങ്ങൾക്കും വ്യത്യസ്തമായ കാരണങ്ങളാണ് പ്രതി നൽകുന്ന മൊഴികളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. പെരുമലയിലെ വീട്ടിൽ സൗത്ത് സോൺ IG-യുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഏറ്റവും ക്രൂരമായി അഫാൻ കൊലപ്പെടുത്തിയത് പിതൃ സഹോദരൻ ലത്തീഫിനെയാണ്. ലത്തീഫിന്റെ വീട്ടിൽ മൽപ്പിടുത്തമടക്കം നടന്നതിന്റെ സൂചനകളെല്ലാം ഉണ്ട്. മാരകമായ മുറിവുകളാണ് 5 പേരുടെയും ശരീരത്തുണ്ടായിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. വിജിൻ, ഏറ്റവും ക്രൂരമായി ഈ അഫാൻ കൊലപ്പെടുത്തിയത് പിതൃ സഹോദരനായ ലത്തീഫിനെയാണ്. ഇയാൾ പറയുന്നൊരു കാരണമെന്ന് പറയുന്നത് ഈ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്ന സമയത്ത് ലത്തീഫ് സഹായിച്ചിരുന്നില്ല, അതിൻ്റെ വൈരാഗ്യമാണ് എന്നാണ്. ഒപ്പം തന്നെ എല്ലാവരുടെയും ശരീരത്തിലുള്ളത് അതിക്രൂരമായ തരത്തിലുള്ള മുറിവുകളാണ്. പോലീസ് ഏത് തരത്തിലാണ് ഈ കേസിനെ സമീപിച്ചിരിക്കുന്നത്? അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മനു, എന്തായാലും പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഉള്ള ദുരൂഹത നീക്കുക എന്നുള്ളതാണ്. ഈ 5 കൊലപാതകങ്ങൾ ഒപ്പം അമ്മയെ ആക്രമിച്ച് മൃതപ്രായയാക്കി മാറ്റിയ അത്തരം നടപടികൾ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഈ അഫാൻ എങ്ങനെ കടന്നു, എന്തിന് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും അക്കാര്യം തന്നെയാണ് ദുരൂഹമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ അഫാന് ചില തരത്തിലുള്ള അമിതമായ ലഹരി ഉപയോഗം, ഒപ്പം തന്നെ ആർഭാട ജീവിതം ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യതയും ആയി ബന്ധപ്പെട്ട് ഇത്രയും ആളുകളെ കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാണ്. നേരത്തെ കുടുംബത്തിന് ചില സാമ്പത്തിക ബാധ്യതകൾ ഒക്കെ ഉണ്ടായിരുന്നു. അത് തീർക്കാൻ അച്ഛൻ തന്നെ വീട് വിൽപ്പനയ്ക്ക് വെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ കടക്കാമെന്ന് കുടുംബവുമായൊക്കെ ആലോചിച്ചതാണ്. ഇന്നലെ ഈ ലത്തീഫ്, അതായത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ ലത്തീഫ് ഇന്നലെ രാവിലെ ഈ വീട്ടിലെത്തിയിരുന്നു, അഫാൻ്റെ വീട്ടിൽ എത്തിയിരുന്നു. അതിനുശേഷമാണ് ലത്തീഫിൻ്റെ കൊലയിലേക്ക് എത്തിയത്. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് അഫാൻ പലതരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിന് മറുപടി നൽകിയിട്ടില്ല. ഒപ്പം തന്നെ ഏറെ സ്നേഹിച്ചിരുന്ന, ഏറെ പരിചരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഉമ്മയെയും അനിയനെയും ഒപ്പം പെൺസുഹൃത്തിനെയും ഒക്കെ എന്തിന് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത്. ഈ അച്ഛൻ്റെ സഹോദരനെ കൊലപ്പെടുത്തിയത് സാമ്പത്തിക ഇടപാടുകളിൽ സഹായിച്ചില്ല എന്നതിൻ്റെ ഭാഗമായിട്ടെന്നാണ് അഫാൻ പറയുന്നത്. പക്ഷേ അത്തരത്തിൽ അങ്ങനെ അവർ സഹായിച്ചില്ല എന്ന് പറയുമ്പോഴും ഈ മറ്റുള്ളവരെ ഇങ്ങനെ ഇത്ര നിഷ്ഠൂരമായുള്ള കൊലപാതകത്തിലേക്കൊക്കെ എത്തിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് IG ശ്യാം സുന്ദർ തന്നെ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇതിൽ ദുരൂഹത നീക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇയാൾ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും മെച്ചപ്പെട്ട നിലയിലല്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഇയാളെ വിളിച്ചു വരുത്തി ഏതെങ്കിലും തരത്തിൽ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം നിലവിലില്ല. അതുകൊണ്ടാണ് പോലീസിന് ഇതിൻ്റെ മോട്ടീവ് എന്താണ് എന്ന് പൂർണ്ണമായും കണ്ടെത്താൻ കഴിയാത്തത്. ആശുപത്രി ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ സംരക്ഷണത്തിലാണ് നിലവിൽ പ്രതിയുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തി ചോദ്യം ചെയ്യുന്നതിന് ചില പരിമിതികൾ പോലീസിന് എന്തായാലുമുണ്ട്. പിന്നീട് ഈ ബന്ധുക്കളുമായി ഒക്കെ ബന്ധുക്കളുടെ മൊഴിയെടുക്കുന്ന നടപടിയിലൊക്കെ പോലീസ് കടന്നിട്ടുണ്ട്. മറ്റ് ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ നിന്നും എല്ലാം 3 സ്ഥലങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഡോസ് കോഡിനെ എത്തിച്ചിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള ഫിംഗർ പ്രിൻ്റ് സംഘം എത്തി അത് പരിശോധന നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പരിശോധനകളും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചുകൊണ്ടുള്ള അത്തരം ഒരു പരിശോധനയും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം പ്രതിയുടെ മോട്ടീവ് എന്താണെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും നേരം ഏകദേശം ഉച്ചവരെ ഇൻക്വസ്റ്റ് നടപടികളും ഒക്കെ നടക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടിയും പോസ്റ്റ്മോർട്ടം നടപടിയും ഒക്കെ ആയി നടക്കുകയായിരുന്നു. അതിനുശേഷമാണ് IG ഉൾപ്പെടെയുള്ളവർ ഈ കൊലപാതകം നടന്ന 3 സ്ഥലത്തും എത്തി പരിശോധന നടത്തിയത്. അതിനുശേഷം ഇവിടെ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലെത്തി അവർ യോഗം ചേർന്നു. അവലോകനം കാര്യങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ IG-യുമായി വിശദീകരിച്ചു, സംസാരിച്ചു. അതിനുശേഷം ഇനി കണ്ടെത്തേണ്ടത് ഈ പ്രതിയെ നിലവിൽ കിട്ടിയിട്ടുണ്ട്. മറ്റാരുടെയും പിന്തുണയൊന്നും ഇല്ലാതെ തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ബോധ്യം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതി കയ്യിലിരിക്കുകയാണ്. അയാൾ ആശുപത്രിയിലാണ്. അയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ തുടർന്നാൽ മാത്രമേ എന്താണ് ഇതിന് കാരണം, പലതരത്തിലുള്ള കാരണങ്ങളുണ്ടോ. നേരത്തെ DYSP വ്യക്തമാക്കിയത്, അരുൺ KS വ്യക്തമാക്കിയത്, ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ ഒരു
ഒരുപക്ഷെ ഉണ്ടാകാം എന്നാണ്. അതിൻ്റെ ആ രീതിയിലാണ് നിലവിലിപ്പോൾ അഫാൻ്റെ ഭാഗത്തു നിന്നുള്ള മൊഴി എന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പക്ഷേ അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. അതിൽ ലഹരി ഉപയോഗമുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇയാളുടെ ആർഭാട ജീവിതം, ഇയാളുണ്ടാക്കി വെച്ച സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടാണോ ഇങ്ങനെ അമ്മയുൾപ്പെടെയുള്ളവരെ, സഹോദരനെ ഉൾപ്പെടെ ഉള്ളവരെ നിഷ്ഠൂരമായി കൊന്നത് എന്നതുൾപ്പെടെ തെളിയേണ്ടതുണ്ട്. അതിനുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഈ അഫാൻ്റെ മൃതദേഹം ഇവിടെ ഈ പേരുമലയിലെ ടൗണിൽ തന്നെ അത് പൊതുദർശനത്തിൽ വെക്കും. ഏകദേശം 4 മണിയോടുകൂടി മൃതദേഹം ഇവിടെ എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ആളുകളൊക്കെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ ദുഃഖത്തിലാണ് അവരാണ് അഫ്സാനായിരുന്നു കൂടുതൽ ആളുകളുമായി ഇടപഴകുകയും ഒക്കെ ചെയ്തിരുന്നത്. സ്കൂളിൽ പോകുന്ന ഇടയിൽ എല്ലാവരോടും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആൾ അഫ്സാനായിരുന്നു. ആ അഫ്സാനിൻ്റെ വിയോഗം, ഈ നിഷ്ഠൂരമായ കൊലപാതകം ഒക്കെ നാട്ടുകാരെ മുഴുവൻ ഞെട്ടിച്ചിട്ടുണ്ട്. എന്തായാലും അവർ ഒക്കെ അവസാനമായി ഇയാളെ കാണാനായി ഇവിടെ എത്തുന്ന കാഴ്ച തന്നെയാണ് ഉള്ളത്. നിലവിൽ സംസ്കാര ചടങ്ങുകൾ എന്തായാലും അല്പസമയത്തിനകം ആരംഭിക്കും. പോലീസ് അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏതൊക്കെ നിലയിൽ ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ മോട്ടീവ് കണ്ടെത്താൻ കഴിയും എന്നുള്ള പരിശോധന തന്നെയാണ് പോലീസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. IG-യുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ നിലവിലുണ്ട്. 3 DYSPമാർ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് CI ഉൾപ്പെടെയുള്ളവർ നിലവിൽ മെഡിക്കൽ കോളേജിലും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും, കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ പരിശോധനയും മറ്റ് അന്വേഷണങ്ങളും ഒക്കെ വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തെളിവുകൾ പൂർണ്ണമായും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തണം. അത് എവിടെയാണ് എന്ന കാര്യത്തിൽ ഈ അഫാൻ്റെ മൊഴി ചോദ്യം ചെയ്യില്ലായിരിക്കും അത് കണ്ടെത്തുക. അഫാനെ നേരിട്ടെത്തിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒക്കെ പോലീസിന് കടക്കേണ്ടതുണ്ട്. പക്ഷേ അതിനു മുമ്പ് കേരളവും മലയാളികളും ഒപ്പം തന്നെ പോലീസും കാത്തിരിക്കുന്ന ഈ കേസിലേക്ക് നയിച്ച, കൊലപാതകത്തിലേക്ക് നയിച്ച മോട്ടീവ് എന്താണ് എന്ന് പൂർണ്ണമായും അത്തരം ഒരു ദുരൂഹത ദൂരീകരിക്കേണ്ട ആവശ്യം പോലീസിനുണ്ട്. ആ നടപടികളാണ് പോലീസ് ഇപ്പോൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മനു, ശരി. വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.